എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജഫോറി ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉണ്ടല്ലോ നമ്മുടെ ക്രിസ്തുമസിന്റെയും അതുപോലെ തന്നെ പുതുവർഷത്തിന്റെയും ആശംസകളൊക്കെ എല്ലാവർക്കും നേരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എന്താ പറയുക, നമ്മളിവിടെ ഇങ്ങനെ ഒരു പൂന്തോട്ടം ഇത്രയും ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുറേ പേര് നമ്മളോട് ചോദിച്ചു കേട്ടോ, നമ്മുടെ ഈ ഇവിടുത്തെ ഒരു അതായത് ഗാർഡൻ ടൂർ വീഡിയോ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളിവിടെ ഈ പൂന്തോട്ടത്തിൽ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ചെടികളിലാണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒന്ന് കണ്ടങ്ങ് പോകാം അല്ലേ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് വരാൻ സാധ്യതയുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗാർഡൻ ടൂർ ആണല്ലോ, അപ്പോൾ നമ്മുടെ ഏതൊക്കെ ചെടികൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് കണ്ടുപോകാം അല്ലേ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പൂക്കൾ നമ്മുടെ ചെടികളിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പൂക്കളായതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഒരു ചെടിയിൽ പൂ വിരിയുമ്പം മറ്റു ചെടിയിലെ പൂക്കൾ കൊഴിയും. അപ്പം ഞാനൊരു ഗാർഡൻ ടൂർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഏകദേശം അത്യാവശ്യം പൂക്കളുള്ള ഒരു ടൈം നോക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മളൊരു ഗാർഡൻ ടൂർ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതാ നമുക്ക് നല്ല മെലസ്റ്റോമ ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഈ ഒരു മെലസ്റ്റോമ ചെടി ഉണ്ടല്ലോ, നമ്മുടെ ആരുടെയൊക്കെ വീട്ടിലായാലും ഇതുപോലത്തെ ഒരു 1-2 ചെടി ഉണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റിലെ കാണുന്ന ഒരു ചെടി ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റിലെ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. അതായത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം കേട്ടോ നമ്മുടെ ചെടികൾ എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഏകദേശം അറിയാം. എന്നാലും ഞാൻ ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോണത് നമ്മുടെ ചാനലിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു ചെടിയാണ് കേട്ടോ, നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു മതിലിനോട് ചേർന്ന് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും രണ്ടാമത് വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ഒരു ചെടി ഇങ്ങനെ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു ചെടിയാണോ എന്ന്. ഈ ഒരു ചെടി ഉണ്ടല്ലോ നമുക്ക് 365 ദിവസവും പൂക്കൾ തരുന്നൊരു ചെടിയാണ്. ഇനി നമ്മൾ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തേക്കണത് നമ്മുടെ ബൊഗേൻവില്ല ഇതാട്ടോ. നിറച്ച് അത്യാവശ്യം ഫസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ ബൊഗേൻവില്ല പൂക്കുന്ന ഒരു ടൈം. അപ്പം ആദ്യത്തെ പൂവാണ്. അപ്പോൾ ഇതിങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇതാട്ടോ. ഈ ബൊഗേൻവില്ല ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അതായത് റോട്ടിൽ നിന്നും നമുക്ക് കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇനി അടുത്തതായിട്ടുണ്ടല്ലോ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ നമ്മളൊരു ഊഞ്ഞാലും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്കുണ്ടല്ലോ നമ്മളിങ്ങനെ ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാൽ വെക്കണം എന്നൊരു ഒത്തിരി ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പം ഇതിനോട് ചേർന്നിട്ട് നമ്മളിതാ കുറച്ച് നല്ല ക്രോട്ടൺ പ്ലാന്റ്സും അങ്ങനെ നമ്മുടെ കുറച്ച് നല്ല 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 ഭംഗിയുള്ള നല്ല ലീഫ് പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. നമ്മുടെ ഊഞ്ഞാലിനോട് ചേർന്നിട്ടുണ്ടല്ലോ നമുക്ക് നല്ലൊരു ട്രീ ആണ് കേട്ടോ. ഇത് ദേവദാരു ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ക്രിസ്മസിൻ്റെ സമയമൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലൊരു കുഞ്ഞു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവിടെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലാവും കേട്ടോ, ഈ ഒരു ഭാഗം നിറച്ച് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പൂക്കളെയും കൊണ്ടൊരു കളിയായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെടി ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോയപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യല്ല കേട്ടോ, നമ്മൾ ആ ചെടീനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ പുതിയ ചെടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇത് കണ്ടോ ഇപ്പം പൂവായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കിപ്പോൾ കുറച്ച് പൂക്കൾ കുറവാണ് കേട്ടോ. ഈ ഒരു ചെടീനെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ചെടി ഏതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ പെറ്റൂണിയ സുന്ദരി. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതായത് നമ്മളിവിടെ ഇങ്ങനെ എല്ലാം ഹാങ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ഇതാണ് നമ്മുടെ എന്താ പറയുക ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ചെടിയാണ് നമ്മുടെ ഹാങ്ങിങ്, അതായത് മിനിയേച്ചർ ടൈപ്പ് ഹാങ്ങിങ് പോപ്പി എന്ന് പറയും കേട്ടോ. അപ്പം അത് നമ്മളിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അതായത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണത് കേട്ടോ. ഇതുപോലെ നിറച്ച് ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഗാർഡനിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിങ്ങനെ കുറച്ച് പൂക്കളെയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പം ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന കാര്യമാണ്. അപ്പം എല്ലാവരും ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ നടണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടും നമ്മുടെ ഹാങ്ങിങ് പോപ്പിയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണത്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, നമ്മുടെ ഒരു ക്രിസ്മസ് കോമ്പിനേഷൻ എന്ന് പറയാം, വൈറ്റും റെഡും കണ്ടോ ഇതുപോലെ കേട്ടോ. ഇവിടെ ഭയങ്കര ഭംഗിയാണ് ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്.
നമ്മുടെ ഗാർഡനിലുണ്ടല്ലോ നമുക്ക് മറ്റൊരു ചെടിയില്ലെങ്കിലും ഈ ഒരു ചെടി ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിൽ എല്ലാ സമയത്തും നിറച്ചു പൂക്കൾ തരുന്ന ചെടിയാണ്. കാണുന്നുണ്ടല്ലോ നമ്മുടെ അതായത് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസം പ്ലാന്റ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്, പക്ഷെ അവിടെ ഇപ്പോൾ പൂക്കളില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ വേറെ സെറ്റ് ചെയ്തതാണ്. അപ്പം ഇതിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഡബിൾ ബോൾസിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂവിനുണ്ടല്ലോ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് അടുത്തുനിന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ ഇതിലിങ്ങനെ നിറച്ച് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ. ഈ ഒരു ചെടി ഉണ്ടല്ലോ നമ്മൾ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും പൂക്കൾ വരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡബിൾ ബോൾസം. നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ വേറൊരു കളറാണ് കേട്ടോ, നല്ല വയലറ്റ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതും അല്ല കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാനിങ്ങനെ കുറേ പൂച്ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ ഉള്ളതെല്ലാം നമ്മുടെ നാടൻ വെറൈറ്റി പൂച്ചെടികളാണ്. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കാണാം അല്ലേ. അപ്പം ഫസ്റ്റിലെ നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ഡാലിയ പൂപ്പാടം. എന്ത് ഭംഗിയാണെന്നറിയാം, നമ്മളിങ്ങനെ ഇവിടെ ഡാലിയ സെറ്റ് ചെയ്തിട്ട് പല കളറുകളായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. കേട്ടോ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ ഡാലിയൻ്റെ ഭയങ്കര ഭംഗിയുള്ള ഫ്ലവർ വിരുന്ന ചെടിയാണ് കേട്ടോ. ഇതൊക്കെ ഓരോരോ കളറുകളും ഉണ്ടല്ലോ, എടുത്തെടുത്ത് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആകുന്നതുകൊണ്ട് നമ്മൾ അതങ്ങനെ ഓരോന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ. പക്ഷേ ഇതാ എല്ലാം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് കേട്ടോ ഹലോ ചേട്ടായിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഇത്രയും ഒരു ഇതായിട്ട് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് എന്തായാലും ബാക്കിൽ നല്ലൊരു സപ്പോർട്ട് വേണം. അപ്പം ചേട്ടായി എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ ചേട്ടായി? അതെ, ഇഷ്ടമാണ്. ഇപ്പം രാവിലെ ആണെങ്കിൽ തന്നെ ഇത് ഇത്രയും ഏരിയകൾക്ക് നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനോട് കൂടി നനച്ചിട്ട് ഒക്കെയാണ് ഞാൻ പോകുന്നത്. അതെ, രാവിലെ നമുക്ക് ഈ ചെടികളൊക്കെ കുറേ ഉണ്ടല്ലോ. അപ്പം എല്ലാ ഭാഗത്തും എനിക്ക് അകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അതെന്തായാലും വെയിലാകുന്നതിന് മുന്നേ നനച്ച് കയറണം. അപ്പം അതെല്ലാം ചേട്ടായി ആണ് കേട്ടോ ഇവിടെ സെറ്റാക്കി ചെയ്തു തരുന്നത്. എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അപ്പം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പൂന്തോട്ടത്തിൽ ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ഡാലിയ. അതെ, ഡാലിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലുള്ള ചുവന്ന കളറുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിവിടെ നമ്മുടെ പൂന്തോട്ടത്തിൽ ചെടികൾ സെറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയും, എടി നീ കുറച്ച് ഡാലിയ പ്ലാന്റ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ പറയും. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ ഇതുപോലെയുള്ളത്, അതിൽ ഷെയ്ഡായിട്ടുള്ള കളറുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ ചെടി, ഇതൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്ക്, പല പല കളറുകളൊക്കെ. അപ്പോൾ ഇവിടെ ഒക്കെ ഇത് മുളപ്പിച്ച് സെറ്റാക്കി നല്ല വിരിഞ്ഞ് നിൽക്കുന്നത് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാൻ. ഇതിന്റെ പേരാണ് കേട്ടോ ആസ്റ്റർ. അതായത് ഈ ഒരു ചെടി കാണുമ്പോൾ കുറെ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ജമന്തിപ്പൂ ആണെന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജമന്തിപ്പൂവിനോട് സാമ്യമുള്ള നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. അപ്പം ഇതുപോലെ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ തൈകളാക്കി എടുക്കുന്നത്. എല്ലാം ഒത്തിരി നല്ല നല്ല കളറുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ ഈ പൂച്ചെടീൻ്റെ വിത്തുകൾ, അതായത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള പൂക്കൾ പിന്നെ വിരിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. അതെ, ഇതുപോലുള്ള ചെടികൾ നട്ടാൽ എന്തൊരു സന്തോഷമാണെന്ന് അറിയോ, നമുക്ക് മാനസികമായിട്ട് നല്ല സന്തോഷം കിട്ടുന്നത്. നമ്മുടെ ആസ്റ്ററിൻ്റെ ആ ഒരു ഫ്ലവറിനെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ഈ കാണുന്നത് മറ്റൊരു കളർ. ഇനി അടുത്തത് അതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിരുന്ന കളർ, അതായത് ലൈറ്റ് വയലറ്റ്. പിന്നെ ഇത് പ്യുവർ റെഡ് ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്ലവർ കുറച്ചും കൂടെ കളറുകൾ മങ്ങി കേട്ടോ. ഇത് നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആസ്റ്ററിൻ്റെ ഇത് കണ്ടോ, ഫ്ലവറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചെടിയിലാണ് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാകുള്ളൂ. ഈ വിത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കണം. കുറച്ചും കൂടി കഴിയുമ്പോൾ ഉണങ്ങി വരും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ പറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൽ വിത്തുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഉണങ്ങി കിട്ടുന്ന വിത്തുകളാണ് നമ്മൾ പാകി മുളപ്പിച്ച് പുതിയ പുതിയ ചെടികളാക്കി എടുക്കേണ്ടത്. അപ്പം നമ്മുടെ വീഡിയോൻ്റെ ബാക്കി പൂക്കളെ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് കടയിൽ പോകാനായിട്ട് സമയമായി. അപ്പം നമുക്ക് മാനന്തവാടിയിൽ ചെറിയൊരു കടയുണ്ട്. അപ്പം അവിടെ രാവിലെ ഇന്നും ചേട്ടായി കടയിൽ പോകും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചേട്ടായിനെ നിർത്തിയതാണ്. അപ്പോൾ ചേട്ടായി പോവുകയാണ് കേട്ടോ അല്ലേ. അപ്പോൾ ഇനിയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ കളർഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സീനിയ പൂക്കൾ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ സീനിയ. അതായത് ഇതിങ്ങനെ നമ്മൾ ഇതുപോലെ നടുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു പൂന്തോട്ടത്തിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും ഇതിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെയാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊരു 3-4 കളറുകളുണ്ട്. ഇത് ഡബിളായിട്ട് വിരിയുന്നതുണ്ട്, സിംഗിളായിട്ട് വിരിയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവറുകളുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ സീനിയ പൂപ്പാടം.
ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് സീനിയർ പ്ലാന്റ് കേട്ടോ. അപ്പം ഇതും ഇതുപോലെ ഉണ്ടല്ലോ, നമ്മളൊരു ചെറിയ പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതും നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് സീനിയർ പ്ലാന്റിൻ്റെ ഉണ്ടല്ലോ, ഇത് ഡബിൾ പെറ്റൽസ് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറും ഇതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം ചെറിയ പ്ലാന്റ് നട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിയണം, ഇതൊക്കെ നല്ല ഒരു പോട്ട് നിറച്ച് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ട് ഒത്തിരി പൂക്കൾ തരും കേട്ടോ. അപ്പം അതുപോലെയൊക്കെ വളർത്തിയെടുക്കാവുന്ന നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കതിർസലേഷ്യ. ഇതാട്ടോ, ഇങ്ങനെ നമ്മൾ ഭയങ്കര ഭംഗിയാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. ഇത് ഒരു 3-4 കളറുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോ പോട്ടിലാക്കിയിട്ടും പിന്നെ ഇത് നമ്മളിങ്ങനെ നിലത്താക്കിയിട്ടൊക്കെ വെച്ചതാണ്. ഇതൊക്കെ സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഈ ഒരു സീസൺ കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തുകൾ എടുത്ത് പാകി മുളപ്പിച്ചിട്ടാണ് പുതിയ പുതിയ തൈകളാക്കിയെടുത്ത് നടുന്നത്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 2 സൈഡിലായിട്ട് കയറുന്ന 2 ഭാഗത്തായിട്ട് നമ്മൾ പെൻഡനാസ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലത്തെ ചെടികൾ നട്ടുകൊടുത്താൽ മതിയേ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ്, ഇത് നമ്മുടെ കോളിയാസ് കേട്ടോ, അല്ലെങ്കിൽ കണ്ണാടി ചെടി എന്നൊക്കെ പറയും, പല പേരുകളിൽ ഈ ചെടീനെ അറിയപ്പെടുക. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ചെറിയ പോട്ടിലാക്കിയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. എല്ലാ ചെടികളും ഇങ്ങനെ ഒന്നിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോസ് പിന്നെ അത്യാവശ്യം നല്ലോണം പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഒന്ന് പ്രൂൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു പരുവത്തിലാണ് നമ്മുടെ റോസാ ചെടി ഇപ്പം നിൽക്കുന്നത്. അപ്പം ഉള്ള പൂവിനെ കാണിച്ചു തരാം. ഇനി നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ കാക്കബന്ദിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ച് ചെറിയ തൈകൾ ആയി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഫ്ലവർ ഇട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ വിങ്ക കേട്ടോ. നമ്മുടെ ഹാങ്ങിങ് വിങ്കൊന്നുമല്ല, നമ്മളിങ്ങനെ അല്ലാതെ സെറ്റ് ചെയ്യുന്ന വിങ്കുകളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, കുറേ നല്ല ഭംഗിയുള്ള കളറുകൾ. അപ്പോൾ ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ, അതായത് കാശിത്തുമ്പ എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ എല്ലാ വീട്ടിലും കാണുന്ന ഒരുതരം ചെടികളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് വിത്തിട്ടാൽ അവിടെ കിടന്ന് അങ്ങനെ മുളച്ച് നിറച്ച് പൂക്കളായി നിൽക്കും. ഇപ്പോൾ ഇതിന് 3-5 കളറുകളുണ്ട് കേട്ടോ. ഇതാ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ട്. ഇതിലും പൂവുണ്ടായിരുന്നു, കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ നട്ടു വെച്ചേക്കുന്ന ചെടിയാണ് ഇതാണ് കേട്ടോ, ഡിസംബർ ലേഡി. ഈ ഒരു ചെടി ഇതുണ്ടല്ലോ, ഡിസംബർ മാസം ആകുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു ലീഫ് ഇതുപോലെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരുള്ളൂ. നല്ല സ്നോ വീണ പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെ നമ്മൾ സ്ഥലത്ത് നടുമ്പോൾ വലിയ മരമായിട്ട് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. ഇതാണ് നമ്മുടെ വാടാമല്ലിപ്പൂക്കൾ. എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇത് നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെടികൾ നടുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ വെക്കുമ്പം ഇതിങ്ങനെ പല കളറുകളിൽ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ലൈറ്റ് വയലറ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ അത് നമ്മൾ നട്ടിട്ട് അതിൽ ഫ്ലവർ ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു റെഡ് ഉണ്ട്, പക്ഷേ അതിൽ നമുക്ക് അധികം ഫ്ലവർ ഒന്നുമില്ല. എന്നാലും ഞാൻ ആ ഒരു ഇതും കൂടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് ഉണ്ട് കേട്ടോ. ഇത് ചെടി അധികം ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരു ചോട്ടിൽ ഇത് ഒരു പൂവായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് വേണം നമുക്കിനി പുതിയ കുറേ ചെടികളാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇവിടെ നമ്മളിങ്ങനെ ഒരു ചെറിയ എന്താ പറയുക, ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഹാങ്ങിങ് ജെറേനിയം കേട്ടോ. എല്ലാത്തിലും നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇതൊരു ഭംഗിയാണെന്നറിയാം ഹാങ്ങിങ് ജെറേനിയൊക്കെ കാണാനായിട്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഫ്ലോക്സ് ചെടി. ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു ഹാങ് പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലോക്സ്. അപ്പം ഇത് നമ്മൾ പാകി മുളപ്പിക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് പാകി മുളപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുതിയ പുതിയ തൈകളാക്കി എടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പൂന്തോട്ടത്തിൽ ഇതുപോലെയൊക്കെയുള്ള കുറച്ച് ചെടികളുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, വേറെ ലെവലാണ് നമ്മുടെ ഗാർഡൻ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അധികം ആയിട്ടില്ല കേട്ടോ, ചെറിയ എന്താ പറയുക നട്ടിട്ട് പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്ലാന്റ്സിലും നല്ല ഭംഗിയായിട്ടൊന്നും പൂക്കൾ വിരിഞ്ഞിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയുണ്ടല്ലോ ഇതിൽ നല്ലോണം പൂക്കളൊക്കെ ആയി കഴിയുമ്പം ഞാൻ കറക്റ്റായിട്ട് നല്ല ഭംഗിക്കുള്ള വീഡിയോസ് എടുത്ത് നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടല്ലോ ചെടികളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ലാസ്റ്റ് കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഇതുപോലെ എപ്പോഴും ഭയങ്കര ഭംഗിയാണ്, ഇങ്ങനെ നല്ല പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂന്തോട്ടം കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു പൂന്തോട്ടം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എല്ലാവരും കമൻസ് ഇട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ എല്ലാവരുടെ വീട്ടിൽ കൂടെ ഇതുപോലെ കുറച്ച് പൂച്ചെടിയെങ്കിലും നട്ടു കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഈ ഒരു ചെടി ഉണ്ടല്ലോ, എന്ത് ചെടിയാണെന്ന് അറിയുന്നവർ പറയണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് നട്ടതൊന്നുമല്ല, പക്ഷേ ഇവിടെ നമുക്ക് എങ്ങനെയോ തന്നെ ഇങ്ങനെ വീണ് മുളച്ച് ഇതുപോലെ ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഏകദേശം ഉണ്ടല്ലോ നമ്മുടെ വാടാമുല്ലേൻ്റെ ഒരു വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വാടാമല്ലിൻ്റെ ഫ്ലവർ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു ഉണ്ട ഷേപ്പാണല്ലോ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു നീളത്തിലായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇതിൻ്റെ വിത്തുകളാണോ പാകി മുളപ്പിക്കേണ്ടത് ഒന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ തന്നെ വന്ന് മുളച്ചത് കൊണ്ട് ഇത് എന്ത് ചെടിയാണെന്ന് പറയാൻ അറിയത്തില്ല. അറിയുന്നൊരു കമൻറ്റ് ഇടണേ. അപ്പം നമ്മുടെ
ഇന്നത്തെ ചെറിയൊരു ഗാർഡൻ ടൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഏകദേശം മഴ കഴിഞ്ഞപ്പോൾ മുതലാണ് നമ്മുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതുപോലെ ഒരു ഗാർഡനൊക്കെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതുപോലെ ചെറിയൊരു പൂന്തോട്ടം എല്ലാവരും ആക്കണം കേട്ടോ. ഞാൻ നമ്മുടെ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താ പറയുക ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ ഒത്തിരി രോഗങ്ങൾക്ക് നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഈ മാനസിക എന്താ പറയുക ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇതുപോലെയുള്ള കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും അതെല്ലാം അങ്ങ് മറന്നു പോകും. നമ്മളെപ്പോഴും ഈ ചെടിയുടെ കൂടെ ആയിരിക്കും ഇങ്ങനെ ഇതിനെ പരിചരിച്ചൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ നമ്മളങ്ങ് മറക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെടികളെ വളർത്തുക, സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഉണ്ടല്ലോ കാണുന്നവർ ഫോളോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.